ഒരു വാർത്തയിലേക്ക് കഴിഞ്ഞ ദിവസമാണ് പെരിയാറിൽ വ്യാപകമായി മീനുകൾ ചത്തുപൊങ്ങിയത്. ഒരുപാട് ഫിഷിംഗ് ഫാമുകൾക്ക് ഇതിൽ നഷ്ടം സംഭവിച്ചിരുന്നു. രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് ഒഴുക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് ശക്തമായ പ്രതിഷേധമാണ് എറണാകുളം ജില്ലയിലെ ഏലൂർ ഇടയാർ മേഖലയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലേക്ക് ചത്ത മീനുകളുമായിട്ട് കർഷകർ പ്രതിഷേധ മാർച്ച് നടത്തി. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. മീനുകളെ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്ക് വലിച്ചെറിയുകയായിരുന്നു കർഷകർ. നഷ്ടപരിഹാരം വേണമെന്ന ആവശ്യമാണ് അവർ ഉന്നയിച്ചത്. പോലീസ് തടഞ്ഞിട്ടും കർഷകർ പ്രതിഷേധം ശക്തമാക്കുകയായിരുന്നു ചെയ്തത്. രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കുന്ന കമ്പനികൾക്കെതിരെ നടപടി വേണം എന്ന ആവശ്യം വർഷങ്ങളായിട്ട് ഉള്ളതാണ്. പക്ഷേ ഇതുവരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇത്തവണ നടപടി ഉണ്ടാകാതെ രക്ഷയില്ല എന്ന കാര്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. CCTV-കൾ പരിശോധിച്ച് കമ്പനികളെ കണ്ടെത്തണം എന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത്. കോൺഗ്രസും AIYF-ഉം കർഷകർക്ക് പിന്തുണയുമായി സമരരംഗത്ത് എത്തിയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഏലൂരിൽ നിന്ന് ഡാനി പോൾ ചേരുകയാണ്. ഡാനി, ഇത്തവണ കർഷകർ വലിയ പ്രതിഷേധമാണല്ലോ നടത്തുന്നത്. ഇതിൽ ഏത് കമ്പനിയാണ് ഇത്തരത്തിൽ കൂടുതലായിട്ട് രാസമാലിന്യം പെരിയാറിലേക്ക് തള്ളുന്നത്? ഇതിപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ. മാത്രമല്ല, കമ്പനികൾ കൈകഴുകുകയാണ്. സർക്കാരും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഇന്ന് P. രാജീവ് നൽകിയ വിവരമനുസരിച്ച് രാസമാലിന്യം ഒഴുക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണിപ്പോൾ കർഷകർ അവിടെ പറയുന്നത്, നാട്ടുകാർ പറയുന്നത്? മഞ്ജുഷ, നാളിതുവരെ ഇല്ലാത്ത രീതിയിലാണ് പെരിയാറിൽ ഇത്തവണ രാസമാലിന്യം ഒഴുകിയതെന്നാണ് നാട്ടുകാർ പറയുന്നത്. വലിയ രീതിയിലേക്ക് മീനുകൾ ചത്തുപൊങ്ങുന്നു നമ്മൾ ദൃശ്യങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അതുകൊണ്ട് തന്നെയും അവരുടെ മത്സ്യ കർഷകരുടെ അടക്കം പ്രതിഷേധവും രൂക്ഷമായിരുന്നു. അവർക്കൊപ്പം തന്നെയും കോൺഗ്രസും AIYF പ്രവർത്തകരും സമരത്തിന് പിന്തുണയുമായിട്ട് എത്തിയിരുന്നു. നമ്മൾ ഏലൂരിലെ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിന് മുന്നിലാണ്. ഈ പരിസരം കാണാം. ഈ പരിസരത്ത് മുഴുവനായിട്ട് തന്നെയും ഇവിടേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ ചത്ത മീനുകൾ വാരിയെടുത്ത് ഇവിടേക്ക് കൊണ്ടുവന്ന് വീശി ഇതിനകത്തേക്ക് എറിയുകയായിരുന്നു. കാരണം അതിൽ ഇവർ പ്രധാനമായും പറയുന്നത് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദികൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് തന്നെയാണ്. യാതൊരു രീതിയിലുള്ള നടപടികളും ഇവർ നാളിതുവരെ പാലിക്കാത്തതുകൊണ്ട് മാത്രമാണ് ഈ രീതിയിലേക്ക് മലിനീകരണം നടത്താൻ കമ്പനികൾക്ക് കഴിയുന്നത്. അതുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം ഇവർക്കാണ്. ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം അത് വ്യക്തമാക്കുന്നു. ഇത് കൂടുതലായും തന്നെ കുട്ടകൾ ഇവിടേക്ക് കൊണ്ടുവന്ന് ബക്കറ്റുകളിൽ കൊണ്ടുവന്ന് ഇവിടേക്ക് അകത്തേക്ക് വലിച്ചെറിയുന്ന രീതിയിലായിരുന്നു ഇവിടേക്ക് ഉണ്ടായിരുന്നത്. ഇതിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അലൈൻ മറൈൻ പ്രൊഡക്റ്റ് എന്ന കമ്പനി രാസമാലിന്യം ഒഴുക്കിയതിന്റെ ലക്ഷണങ്ങൾ തങ്ങൾ കണ്ടെത്തിയെന്നാണ് PCB പറയുന്നത്. എന്നാൽ ഈ കൂട്ടത്തോടെയുള്ള മത്സ്യക്കുരുതിക്ക് കാരണം അവർ മാത്രമാണോ എന്ന് പറയാൻ കഴിയില്ല. കൂടുതൽ പഠനങ്ങൾ ഇത് സംബന്ധിച്ച് ആവശ്യമാണ് എന്നതാണ് അവർ പറയുകയും ചെയ്തിട്ടുള്ളത്. PCBയുടെ ഈ രീതിയിലുള്ള നിലപാട് തന്നെയാണ് ഈ ആളുകളുടെ പ്രതിഷേധത്തിന് ആക്കം കൂട്ടുന്നത്. കാരണം ഒരു നടപടിയുമില്ലാതെ മുന്നോട്ട് പോകുന്നു. പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു, പക്ഷെ നടപടികൾ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് അതിന്റെ ഒരു പാരമ്യതയിലേക്ക് ഈ പ്രതിഷേധിക്കുന്നവർ ഇവിടേക്ക് വന്നുകൊണ്ടിരുന്നത്. ഇവിടേക്ക് ഇപ്പോൾ ഇതിനകത്ത് ചീഫ് എഞ്ചിനീയറെ അടക്കം ഉപരോധിച്ചിരുന്നു. ഇപ്പോൾ അതിലൊരു താൽക്കാലികമായ ഒരു ധാരണയിലേക്ക് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഇതിനകത്ത് ചർച്ചകൾ നടത്തിയിരുന്നു. ഇപ്പോൾ ഇവർക്ക് സംഭവിക്കുന്ന ഈ നഷ്ടം, അതോടൊപ്പം തന്നെ പെരിയാറിൽ സംഭവിച്ചിരിക്കുന്ന ഈ മലിനീകരണത്തിന്റെ ഇപ്പോൾ ചത്ത മീനുകൾ പലയിടത്തായിട്ട് അഴുകുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം തന്നെ നടപടികൾ ഉണ്ടാകണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ആ കാര്യത്തിൽ ഒരു ധാരണയുണ്ടാകണം. ഇനി മെല്ലെപ്പോക്ക് പാടില്ല. കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ആ രീതിയിലുള്ള ഒരു ചർച്ചകളിലേക്ക്, ധാരണയിലേക്ക് എത്തുന്നു. ഈ മീനുകൾ കൂട്ടമായി ചത്ത മീനുകൾ പുഴയിൽ പലയിടങ്ങളിലായിട്ട് തന്നെ ചിതറിക്കിടക്കുന്നു. ഇതിനെ നീക്കം ചെയ്യാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടേതടക്കം സഹകരണത്തോടുകൂടി നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്ന് ഒരു PCB. ഇതിനു മുൻപ് പലതവണ ഏലൂർ ഇടയാർ മേഖലയിൽ പ്രതിഷേധം കണ്ടിട്ടുള്ളതാണ് രാസമാലിന്യങ്ങൾ പെരിയാറിലേക്ക് തള്ളുന്നതിനെതിരെ. പക്ഷേ ഇത്തവണ സമരം വ്യത്യസ്തമായ രീതിയിലാണ്. മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. മുൻപും ഇങ്ങനെ മത്സ്യക്കുരുതി ഉണ്ടായിട്ടുള്ളതാണ് പെരിയാറിൽ. ഇത്തവണ
ചത്ത മീനുകളുമായി മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു കർഷകർ ചെയ്തത്. മീനുകൾ വലിച്ചെറിഞ്ഞു മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ഓഫീസിലേക്ക്. അതോടൊപ്പം തന്നെയാണ് മീനുകൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങിയതിൽ മത്സ്യ കർഷകർ കോടതിയിലേക്ക് പോകാൻ തുനിയുന്നത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കർഷകരുടെ പ്രതികരണങ്ങൾ കേൾക്കാം. പെരിയാറിന്റെ തീരങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ എല്ലായിടത്തും തന്നെയും ഇത് വ്യാപകമായ രീതിയിൽ ഒരു മത്സ്യ കൂട്ടക്കുരുതി, അതിന്റെ ഒരു ദൃശ്യങ്ങൾ നമുക്ക് മുഴുവനായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഒരു തകർച്ചയിൽ നിന്ന് എത്ര കാലം കൊണ്ടാണ് ഇനി ഈ കർഷകർ അവർക്ക് അതിൽ നിന്ന് മോചിതരാവാൻ കഴിയുക എന്ന് നമുക്ക് കൃത്യമായി പറയാൻ കഴിയില്ല. അവരെല്ലാം തന്നെയും ഒരു ജീവിതമാർഗം തന്നെ ഇല്ലാതായിരിക്കുന്നു എന്ന് അവർക്ക് അവരുടെ ഒരു ഉപജീവന മാർഗം എന്ന രീതിയിലേക്ക് കൃഷിയിലേക്ക് തിരിച്ചു വരാൻ പോലും പറയാൻ അവർക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് അടക്കം പോകുന്ന നടപടികളിലേക്ക് കടക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയും ചെയ്യും. നമുക്കൊപ്പം മത്സ്യകൃഷി ചെയ്യുന്നവർ കൂടി ഒപ്പം ചേരുന്നു. എന്താണ് ഇനി ഒരു അടുത്ത മാർഗം എന്ന് പറയുന്നത്? നമുക്ക് നിയമപരമായിട്ട് തന്നെ നേരിടാൻ തന്നെ പോവുക. ഇതിന് ഉത്തരവാദി ആരാണോ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണം. അവരുടെ നിന്നൊക്കെ നഷ്ടപരിഹാരം വാങ്ങിക്കിടണം. ഏത് വ്യവസായ മേഖലയിൽ നിന്നാണോ ഇതുപോലെ വിഷമാലിന്യം തള്ളിവിടുന്നത് അവർക്കെതിരെ ന്യായമായ നടപടി ഉണ്ടാകണം. വരും കാലങ്ങളിൽ ഇതുപോലൊരു കുരുതിയോ അല്ലെങ്കിൽ ഇതുപോലൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല. കാരണം എത്ര കഷ്ടപ്പെട്ടിട്ട് വളർത്തിയെടുത്ത മീനുകളാണ് ഇതെല്ലാം നശിച്ചു പോയിരിക്കുന്നത്. അത് ഓരോ കർഷകന്റെ വൻ നഷ്ടം തന്നെ. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ കൂട് കൃഷിക്കാർക്ക് മാത്രമേ. അവരിതുപോലെ വളർത്തി ഒരു വർഷത്തോളം നോക്കിയിരുന്ന് കണ്ണിൽ എണ്ണ ഒഴിച്ച് വളർത്തിയെടുത്ത മീനുകളാണ് നശിച്ചു പോയി. വിളവെടുക്കാൻ കാലമായതാണ്. 1.5 കിലോ 2 കിലോ മേലെയുള്ള കാളാഞ്ചി മുഴുവൻ ചത്തുപോയി. ഒരു കൂട്ടിൽ 1000-1200 കാളാഞ്ചിയാണ് നമ്മൾ ഇടുന്നത്. ഇതിന് 2 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ചെലവ് വരും. അതിന്റെ ചെലവ് കൂടെ ഒരു തീറ്റക്ക് അത് അത്രയും സാധനം ഒരു 20 ലക്ഷം രൂപയുടെ മീനാണെങ്കിലാണ് ഒരു കൂട്ടിൽ നിന്ന് പോയേക്കുന്നത്. അതുപോലെ ഓരോരുത്തർക്കും വൻ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഇതിനൊക്കെ ന്യായമായ നഷ്ടപരിഹാരം നമുക്ക് കിട്ടണം. അതിനുപരമായിട്ട് ഞങ്ങൾ കോടതിയിലോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. സംഘടനകളുടെ പരമായിട്ടും എല്ലാ കർഷകരെയും യോജിച്ച് നിന്നിട്ട് ഒരുമിച്ച് പരാതി കൊടുത്ത് മുമ്പോട്ട് പോകും. വാക്കുകൾ പ്രകടമാണ്. കാരണം മറ്റൊരു മാർഗവും അവർക്കില്ല. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കോടതിയെ ആശ്രയിക്കുക എന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത്. നേരത്തെയും ഇതുപോലുള്ള ഒരു രാസമാലിന്യം ഒഴുക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രത്തോളം ശക്തമായ രീതിയിലേക്ക് ഒരു പെരിയാറിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഇടയാർ മേഖല പ്രത്യേകം വരുമ്പോൾ അവിടെ പുഴയിൽ ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് കാലിയായി പോകുന്നു. അത്രമേൽ ഇത് ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥ ഇത് ആദ്യമായിട്ടാണെന്ന് അവർ പറയുകയും ചെയ്യുന്നു. എങ്ങനെയാണ്